ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ. ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ആവാമെന്ന് വെച്ചു കേട്ടോ. ഇന്ന് ഞായറാഴ്ചയ്ക്കല്ലേ. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കപ്പ, പിന്നെ എല്ലും കപ്പയിട്ട് വേവിക്കാമെന്നായിരുന്നു ഓർത്തേ. പക്ഷേ എല്ല് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ മുഴനെഞ്ചാട്ടോ വാങ്ങിയത്, ബീഫിൻ്റെ മുഴനെഞ്ച്. അപ്പോൾ കപ്പയൊക്കെ ഞാനിവിടെ നല്ല കഷ്ണങ്ങളൊക്കെ ആക്കി വേകാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. കപ്പ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത പണി ചെയ്യണം കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ വർക്ക് വേറെ കിടക്കുന്നുണ്ട്. എല്ലാം കൂടി ആകെ ഒന്നിച്ചാണ് കേട്ടോ. ഇതാണ് കേട്ടോ മുഴനെഞ്ച് പോത്തിൻ്റെ മുഴനെഞ്ചായിരുന്നു കേട്ടോ. അതിൽ ഒരു കഷ്ണം എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതൊക്കെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി അതൊന്ന് വേകാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലകൾ, കറുവാപ്പട്ട, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല അതൊക്കെ ഇട്ടിട്ട് വേകാൻ വേണ്ടി വെച്ചു. പിന്നെ അത് കുറേ നേരം ആയിട്ടോ. നമ്മുടെ പാചകം വിറകടുപ്പിലാണെന്ന് നിങ്ങൾക്കറിയാലോ. അതാ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം കൂടി മൂടി വയ്ക്കാം. അപ്പോൾ അത് വേകുന്ന നേരം കൊണ്ട് ഞാൻ അതിലേക്കുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇളവൻ തേങ്ങയായിരുന്നു. അപ്പം വെറുതെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ എന്നോർത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ വേകാൻ വെച്ച ഐറ്റം വെന്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ അതിൽ കടുകും കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിച്ചു കേട്ടോ. പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്തു. അപ്പോൾ നമ്മൾ ഇതിൽ വേവിച്ചതിൽ കുറച്ച് നെയ്യ് വന്നത് അതും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ നെയ്യിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടിത്തെറിച്ചു. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തു കേട്ടോ. പച്ചമുളകും ചേർത്തു. പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ നല്ല മൂത്തു. ഇനി അതിലേക്ക് നമ്മൾ ആ സവാളയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുത്തു കേട്ടോ. എല്ലാം നല്ല മൊരിഞ്ഞ് ഇവിടെ കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു, മീറ്റ് മസാല ചേർത്തു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, പിന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ കിട്ടിയില്ല. ഇതെല്ലാം കൂടെ നല്ലോണം മൂപ്പിച്ചിട്ട് കുറച്ച് ബാക്കിയായ ഇതിൻ്റെ സ്റ്റോക്ക് കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആ പൊടികളെല്ലാം കൂടി ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിട്ട് പൊടികളൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന ഇതാണേ. ഇനി നമ്മളതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി വെക്കാം കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഫ്രിഡ്ജിൽ നിറച്ച് കറിവേപ്പില കുറച്ച് വെച്ചേക്കണം കേട്ടോ. കൂടിനകത്താക്കി കെട്ടി വെച്ചേക്കൊണ്ട് കറിവേപ്പിലയ്ക്ക് ക്ഷാമമൊന്നുമില്ല. നമ്മുടെ കപ്പ ഇവിടെ നല്ല പുഴുങ്ങി സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്, ഇതിലായിരുന്നു നമ്മൾ കപ്പ പുഴുങ്ങിയത്. പക്ഷേ ഇതിനി നമുക്ക് ഈ കപ്പയും ഈ ഇറച്ചിയും കൂടെ ഒന്നിച്ചാക്കണം. നമുക്ക് ആ പാത്രം പറ്റില്ല, വേറെ പാത്രത്തിലാക്കിയിട്ടോ, ചെരുവത്തിലാക്കി കപ്പയും ഇറച്ചിയും കൂടെ രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കപ്പ ബിരിയാണി ഇതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബായ്.